Twinkle, twinkle, little star, how I wonder what you are. Up above the world so high, like a diamond in the sky. കുഞ്ഞുമണികളെ, ഈ നഴ്സറി റൈം എല്ലാവർക്കും അറിയാം അല്ലേ? ഇതിൽ പറയുന്ന പോലെ ആകാശത്ത് നോക്കുമ്പോൾ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർസ്, ഒരുപാട് നക്ഷത്രങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ചിലത് തീരെ ചെറിയ നക്ഷത്രങ്ങളാവും, എന്നാൽ ചിലത് നല്ല തിളക്കമുള്ള കുറച്ചു വലിപ്പമുള്ള നക്ഷത്രങ്ങളുമാകും അല്ലേ? ഇന്ന് ഈ ക്രിസ്മസ് കാലത്ത് പറയാൻ പോകുന്ന കഥയും ഒരു കുഞ്ഞൻ നക്ഷത്രത്തിന്റെ കഥയാണ്. അതിവിശാലമായ ആകാശത്തിൽ അനേകായിരം നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞൻ നക്ഷത്രം, ഓറ. ഓറയ്ക്ക് അധികം തിളക്കമില്ല. അയ്യോ, എന്റെ തിളക്കം ആർക്കും കാണാൻ പറ്റുന്നില്ല. എനിക്കെന്താ മറ്റുള്ള നക്ഷത്രങ്ങളെ പോലെ തിളങ്ങാൻ കഴിയാത്തത്? ദേ, താഴെ ഭൂമിയിൽ നിന്ന് കുഞ്ഞുങ്ങളൊക്കെ ആകാശത്തേക്ക് നോക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഹോ, എത്ര നല്ല നക്ഷത്രങ്ങൾ, എന്തു ഭംഗിയുള്ള നക്ഷത്രങ്ങൾ, എന്ത് തിളക്കമുള്ള നക്ഷത്രങ്ങൾ. പക്ഷെ എന്നെ അവർക്ക് കാണാൻ പറ്റില്ല. തിളക്കമുള്ള നക്ഷത്രങ്ങൾക്കിടയിൽ തിളക്കമില്ലാത്ത ഇത്തിരി കുഞ്ഞനായ എന്നെ ആര് കാണാനാ? ആരും ശ്രദ്ധിക്കില്ല. ഇതായിരുന്നു ഓറയുടെ സങ്കടം. അങ്ങനെയിരിക്കെ ഒരു ക്രിസ്മസ് കാലത്ത് ഒരു വീടിന്റെ മുറ്റത്ത് 3 കുഞ്ഞുങ്ങൾ ഒരു ക്രിസ്മസ് ട്രീ അലങ്കരിക്കുകയായിരുന്നു. സമയം രാത്രിയാണ് കേട്ടോ, എങ്ങും ഇരുട്ട് മാത്രം. അന്ന് ഇന്നത്തെ പോലെ കറണ്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ബൾബും ട്യൂബ് ലൈറ്റും ഇതൊന്നുമില്ല. കുട്ടികൾ ആകാശത്തിലേക്ക് നോക്കി. ആരാണ് രാത്രിയിൽ പ്രകാശം തരുന്നത്? നക്ഷത്രങ്ങളും അമ്പിളിമാമനും. എന്നാൽ അന്ന് രാത്രി നക്ഷത്രങ്ങളെല്ലാം മേഘങ്ങളുടെ പുറകിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. ആരും പുറത്തേക്ക് വന്നില്ല. കുഞ്ഞുങ്ങൾക്ക് ആകെ വിഷമമായി. ഈ നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഭംഗിയായി ക്രിസ്മസ് ട്രീ കാണാമായിരുന്നു, നന്നായി അലങ്കരിക്കുകയും ചെയ്യാമായിരുന്നു. നക്ഷത്രങ്ങളെ, ഒന്ന് പുറത്തേക്ക് വരൂ, കുട്ടികൾ പറഞ്ഞു. കുട്ടികളുടെ ഈ ആഗ്രഹം ആര് കേട്ടെന്നോ? നമ്മുടെ ഇത്തിരി കുഞ്ഞൻ ഓറ എന്ന നക്ഷത്രം. പാവം കുട്ടികൾ, അവർ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുകയാണ്. അവർക്ക് പക്ഷേ ഒന്നും ശരിയാവണ്ണം കാണാൻ പറ്റുന്നില്ല. അവരെ എനിക്ക് സഹായിക്കണം എന്നുണ്ട്, പക്ഷെ എങ്ങനെ സഹായിക്കാനാ? ഞാൻ ഇത്തിരി കുഞ്ഞനാണ്, മാത്രമല്ല എനിക്ക് തിളക്കവും കുറവാണ്. മറ്റു നക്ഷത്രങ്ങളാണെങ്കിൽ കുട്ടികളെ സഹായിക്കാതെ മേഘങ്ങളുടെ പുറകിൽ മറഞ്ഞിരിക്കുന്നു. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം, ഓറ മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് തന്റെ സർവശക്തിയും എടുത്ത് തിളങ്ങാൻ തുടങ്ങി. ഓ, ഒരു മാജിക് പോലെ കുഞ്ഞുങ്ങളെ സഹായിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഓറ തിളങ്ങാൻ തുടങ്ങിയപ്പോൾ ഓറ നക്ഷത്രത്തിന്റെ തിളക്കം കൂടിക്കൂടി വന്നു. തിളക്കം മാത്രമല്ല, ഓറയ്ക്ക് വലിപ്പവും കൂടി. ഹോ, എന്തൊരത്ഭുതം! ഓറ തിളങ്ങി 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 ഒരു വലിയ നക്ഷത്രമായി മാറി. എന്തൊരു പ്രകാശമുള്ള നക്ഷത്രം! ഭൂമിയിൽ മുഴുവനും ഓറയുടെ പ്രകാശം പരന്നു. കുട്ടികൾ അത്ഭുതത്തോടെ ആകാശത്തിലേക്ക് നോക്കി. അതാ ഒരു ഭീമൻ നക്ഷത്രം! എന്തൊരു തിളക്കമാണതിന്! ഇത്രയും വലിയ നക്ഷത്രം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. ആ നക്ഷത്രത്തിന്റെ വെളിച്ചം കാരണം നമ്മുടെ ക്രിസ്മസ് ട്രീ കാണാൻ എന്ത് ഭംഗിയാണ്! കുട്ടികൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി. കുട്ടികളുടെ ഉത്സാഹവും ആർപ്പുവിളികളും ഒക്കെ കേട്ടപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ പുറത്തേക്ക് വന്നു. ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന വലിയ നക്ഷത്രത്തെ കണ്ടപ്പോൾ അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും അത്ഭുതപ്പെട്ടു. എല്ലാവരും പറഞ്ഞു, എന്തൊരു തിളക്കമാണ് ഈ നക്ഷത്രത്തിന്! ഇതിലും മനോഹരമായ ഒരു കാഴ്ച
ഇനി നമുക്ക് കാണാൻ കഴിയുമോ? ഏറ്റവും വലിയൊരു നക്ഷത്രം അതാ ആകാശത്ത് നിന്നും നമ്മളെ നോക്കി ചിരിക്കുന്നു. എല്ലാവർക്കും സന്തോഷമായി. ഏറ്റവും സന്തോഷമായത് ആർക്കാണ്? ഓറയ്ക്ക്. അതുവരെ തനിക്ക് തിളക്കം കുറവാണ്, താൻ ഇത്തിരി കുഞ്ഞനാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നല്ലോ ഓറ. എന്നാൽ ഇപ്പം ഭൂമിക്ക് മുഴുവൻ പ്രകാശം കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ നക്ഷത്രമായി ഓറ മാറി. കുഞ്ഞുമണികളെ, ഓറയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഓറയെപ്പോലെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും തിളക്കമുണ്ട്. നമ്മളെല്ലാവരും തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ്. എന്നാൽ നമ്മുടെ തിളക്കം കൂടുന്നത് എപ്പോഴാണ്? നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാകുമ്പോൾ. ഓറയെപ്പോലെ. ക്രിസ്മസ് കഥ ഇഷ്ടമായോ? ആകാശത്തിലേക്ക് നോക്കണേ, അവിടെ ഓറ ഉണ്ടോ എന്ന് നോക്കണേ. തിളക്കമുള്ള വലിപ്പമുള്ള ഒരു നക്ഷത്രം. പിന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ചോ? സാന്റാക്ലോസ് അപ്പൂപ്പനെ കാത്തിരിക്കുകയാണോ? എല്ലാ കുഞ്ഞുമണികൾക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു കേട്ടോ. ഇനി കഥയോടൊപ്പം നമുക്ക് ചില കൂട്ടുകാരുടെ പേരുകൾ കൂടി പറയാനുണ്ട്. ആദിദേവ് സനാതൻ, ഗോവർദ്ധൻ, റാഫേൽ ആൻഡ് ജോഫിയേൽ, അമേയ ആനന്ദ്, ഇഷൽ, മേധാൻഷ് എന്ന യുധിക്കുട്ടൻ, സമന്യു കൃഷ്ണ, ഏഞ്ചു എന്ന ഏഞ്ചലിൻ, നൈനു എന്ന നൈനിക സഞ്ജയ് ദത്ത്, ഹൃദയ് ആരിൻ, ദുദ്ദു എന്ന ദ്യുതിക്കുട്ടി, ജാനകിക്കുട്ടി, പിന്നെ ജനുവരി 9 ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന ഇവക്കുട്ടി, ജാനുവരി 25 ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന ഫാത്തിമ ഇനാര. ഫാത്തിമ മോളെ, 2 പേർക്കും വരാൻ പോകുന്ന ജന്മദിനങ്ങൾ ഏറ്റവും സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹം അറിയിച്ച എല്ലാ കുഞ്ഞുമണികൾക്കും ചക്കരയുമ്മ. എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. കഥയോടൊപ്പം കുഞ്ഞുങ്ങളുടെ പേരുകൾ പറയാൻ എന്ത് ചെയ്യണം? വഴിയുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയൊരു കഥയുമായി കാണാം.